ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നാൽ അവിടെ ജമാഅത്തിനുള്ള സമയം ആയിട്ടുണ്ട്, ഏകദേശം സമയം മുന്നിൽ കുറവാണ് അദ്ദേഹത്തിൻ്റെ. ഈ ഒരു സാഹചര്യത്തിൽ തഹിയ്യത്താണോ സുന്നത്താണോ നമസ്കരിക്കേണ്ടത് എന്നുള്ളതാണ്. താങ്കളിൽ നിന്ന് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. പല ആളുകളും ചോദിക്കാറുള്ളൊരു ചോദ്യമാണിത്. അവിടെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് തഹിയ്യത്തുൽ മസ്ജിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഇഷ്കാല് നീങ്ങും. പള്ളിയിൽ കയറുമ്പോഴുള്ള തഹിയ്യത്ത് നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇത് മനസ്സിലാക്കുക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ ഫൽയർക റകഅതൈനി ഖബ്ല അൻ യജ്ലിസ്. നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുക. അപ്പോൾ അത് പള്ളിയോടുള്ള ഒരു ആദരവായി, മസ്ജിദിനുള്ള ഒരു അഭിവാദ്യമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അഥവാ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കാൻ ഇത് വാജിബാണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിനവർ തെളിവായി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരാൾ പള്ളിയിലേക്ക് കയറി വരികയും ഈ 2 റക്അത്ത് നമസ്കരിക്കാതെ ഇരിക്കുകയും ചെയ്തു. ഖുതുബ കേൾക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഖുതുബ ബ്രേക്ക് ചെയ്തുകൊണ്ട് താങ്കൾ നമസ്കരിച്ചോ, ഇല്ലെങ്കിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാജിബാണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വളരെ ശക്തമായ പ്രബലമായ സുന്നത്താണ് എന്ന അഭിപ്രായമുണ്ട്. എന്തോ ആവട്ടെ, അതിൻ്റെ ഹുക്കുമിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. മറിച്ച് ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിച്ചിരിക്കുക എന്നുള്ളതാണ് വിഷയം. അപ്പോൾ അവിടെ ളുഹറിന് മുമ്പോ അല്ലെങ്കിൽ അസർ, മഗ്രിബ്, ഇഷ ഏത് നമസ്കാരമാകട്ടെ അതിനു മുമ്പ് സുന്നത്ത് നമസ്കാരമുണ്ടെങ്കിൽ ആ സുന്നത്ത് നമസ്കാരം നിർവഹിച്ചാൽ ഈ പറഞ്ഞ കാര്യം അവിടെ നിലവിൽ വരുന്നുണ്ട്. ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുക, അതവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയ്യത്തിൽ തന്നെ വേറെ 2 റക്അത്ത് നമസ്കരിക്കണം എന്നില്ല. ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിച്ചാൽ മതി. അപ്പോൾ സമയമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പുള്ള 2 റക്അത്ത് എന്ന നിയ്യത്തിൽ തഹിയ്യത്ത് മാത്രം നിയ്യത്താക്കി നമസ്കരിക്കാം. അതിനുശേഷം എഴുന്നേറ്റ് ളുഹറിൻ്റെ മുമ്പാണെങ്കിൽ 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് ആ വ്യക്തിക്ക് നമസ്കരിക്കാം. അതേപോലെ തന്നെ അസറിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കൽ വളരെ ഖൈറായ ഒരു കാര്യമാണ്. അങ്ങനെ നമസ്കരിക്കാം. ഫജ്റിന് മുമ്പ് നമസ്കരിക്കാം. അപ്പോൾ തഹിയ്യത്തും അതിനുശേഷം ആ നമസ്കാരത്തിൻ്റെ സുന്നത്തും ഒരാൾക്ക് നിർവഹിക്കാം, വിരോധമില്ല. അതിനതിൻ്റേതായ പ്രതിഫലമുണ്ട്. എന്നാൽ സമയമില്ലെങ്കിൽ ഇതിൽ ഏതാണ് ചെയ്യേണ്ടത് എന്നൊരാൾ സംശയിക്കുകയാണ്. ഞാൻ തഹിയ്യത്താണോ നമസ്കരിക്കേണ്ടത് അല്ലെങ്കിൽ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്താണോ? അവിടെ വളരെ വ്യക്തമാണ്. ഈ ഹദീസിൽ പ്രവാചകൻ പറയുന്നത് ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് മാത്രമാണ്. അപ്പോൾ അൽഹംദുലില്ലാ ആ സുന്നത്ത് നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ, നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കരിക്കുകയാണെങ്കിൽ ഇത് രണ്ടും ലഭിക്കുന്നതാണ്. ഒന്ന്, നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം കിട്ടി. 2, ഇരിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നിയ്യത്താക്കാവുന്നതാണ്. പക്ഷെ അവിടെ നിയ്യത്തിൽ വരേണ്ടത് എന്താണ്? ഈ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്താണ് ഞാൻ നിർവഹിക്കുന്നത്. അതോടൊപ്പം അത് ഇരിക്കുന്നതിന് മുമ്പുള്ള 2 റക്അത്തായി മാറുകയും ചെയ്തു. എന്നാൽ തഹിയ്യത്ത് മാത്രമാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തഹിയ്യത്തിൻ്റെ കൂലിയാണ് അദ്ദേഹത്തിന് ലഭിക്കുക. എന്നാൽ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്താണ് അദ്ദേഹം നിയ്യത്താക്കുന്നതെങ്കിൽ ഇത് രണ്ടും ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരമായി പറയാനുള്ളത്, നിങ്ങളിൽ ഒരാൾ പള്ളിയിലേക്ക് കയറുമ്പോൾ 2 റക്അത്ത് നമസ്കരിക്കാനുള്ള സമയം മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഉള്ളൂവെങ്കിൽ നിങ്ങൾ ആ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിയ്യത്താക്കി നമസ്കരിക്കുക. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഈ തത്വവും അവിടെ നടപ്പിൽ വരും. ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കാരവുമായി ആ സുന്നത്ത് നമസ്കാരവുമായി. ഇതാണ് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. മനസ്സിലായി. അൽഹംദുലില്ലാഹ്. ബാറക്കല്ലാഹ്. ആമീൻ വയ്യ.